ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരുക്ഷ്വാകവേ ബ്രവീത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുഃ ഇക്ഷ്വാകവേ അബ്രവീത്. ഇമം യോഗം, ഈ യോഗത്തെ, ഈ കർമ്മയോഗത്തെക്കുറിച്ച് വിവസ്വതേ, വിവസ്വാന് ആയിക്കൊണ്ട് അഹം പ്രോക്തവാൻ, ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്നാൽ പറയപ്പെട്ടു, അവ്യയം നാശമില്ലാത്തതായ ഈ യോഗത്തെക്കുറിച്ച് വിവസ്വാനായിക്കൊണ്ട് എന്നാൽ പറയപ്പെട്ടു. വിവസ്വാൻ മനവേ പ്രാഹ, ആ വിവസ്വാൻ ആകട്ടെ തൻ്റെ പുത്രനായ മനുവിന് ഉപദേശിച്ചു. മനുഃ ഇക്ഷ്വാകവേ അബ്രവീത്, മനു തൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഈ 2-3 അധ്യായങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞതും, എന്നാൽ 3-ാം അധ്യായത്തിൽ കുറച്ച് വിശേഷിച്ച് തന്നെ കർമ്മയോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. ഈ കർമ്മയോഗത്തെക്കുറിച്ച്, ഒരിക്കലും നശിക്കാത്തതായ ഈ യോഗത്തെക്കുറിച്ച് പണ്ട് ഞാൻ ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ വിവസ്വാന് ഉപദേശിച്ചിരുന്നു. ആ വിവസ്വാൻ തൻ്റെ പുത്രനായ മനുവിന് ഉപദേശിച്ചു. മനു അദ്ദേഹത്തിൻ്റെ പുത്രനായ ഇക്ഷ്വാകുവിനും ഉപദേശിച്ചിരുന്നു. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് നാശരഹിതമായ ഒന്നാണ്. ഇത് വളരെ അമൂല്യമായി കരുതപ്പെട്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ വിവസ്വാനായിക്കൊണ്ടും വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഒക്കെ ഉപദേശിച്ചു കൊടുത്തത്. ഈ കർമ്മയോഗത്തിൻ്റെ വിശദമായ എല്ലാ വശങ്ങളെക്കുറിച്ചും എന്നാൽ മുൻപ് തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ അർജുനനായിക്കൊണ്ട് ഉപദേശിക്കുന്നു എങ്കിലും അത് വളരെ കാലം മുൻപ് തന്നെ ഭഗവാൻ ഈ അറിവിനെ ഈ പ്രപഞ്ചത്തിൽ എത്തിച്ചിരുന്നത് തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് അർജുനൻ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. നമ്മുടെ ഇടയിലുമെല്ലാം വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ സംസ്കൃത ഭാഷ ഇന്ന് ഭാരതീയരായ അപൂർവം ചിലർ മാത്രമാണ് കരഗതമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഭാഷ ഇവിടെ വളരെയധികം വർഷങ്ങളായി, അല്ലെങ്കിൽ യുഗങ്ങളായി തന്നെ എന്ന് പറയാം, ത്രേതായുഗത്തിൻ്റെ അവസാന സമയത്തും ദ്വാപരത്തിലും ഒക്കെ ഉള്ള അവതാര കഥകളെക്കുറിച്ചെല്ലാം സംസ്കൃത ഭാഷയിൽ കാവ്യങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. കലിയുഗം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 5000-ൽ പരം വർഷങ്ങൾ, 5130 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
നമ്മുടെ എല്ലാം മനുഷ്യായുസ് എന്ന് പറയുന്നത് കേവലം 50, 60, 70 അല്ലെങ്കിൽ 100 വയസ്സ് വരെയൊക്കെയാണ്. ഇവിടെ നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന ഏതെങ്കിലും അറിവ് നമ്മളിലേക്ക് എത്തുന്നില്ല എന്നതിനർത്ഥം എവിടെ വെച്ചോ ആ ചക്രം ലംഘിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ എവിടെയോ നഷ്ടമായി പോയി എന്നതാണ്. ഭാരതീയ സംസ്കൃതിയെ വളരെ കരുത്തുറ്റതാക്കി നിലനിർത്തിയിരുന്നതാണ് ഈ സംസ്കൃത ഭാഷ. പക്ഷേ അതിൻ്റെ പഠനവും പാഠനവും ഒക്കെ വളരെ പരിമിതമാകാനായി ഒരു കാരണം ഭാരതത്തിലുണ്ടായി എന്നത് സത്യമാണ്. ആ ഒരു നഷ്ടം നമുക്ക് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജ്ഞാനമാർഗത്തിലൂടെ ഭാരതീയരെല്ലാം വളരെയധികം മുൻപോട്ട് പോകുമായിരുന്നു എന്നത് മറ്റൊരു സത്യമാണ്. ഇന്ന് കാണുന്ന ഈ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട അറിവിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമായതും അതിനേക്കാളൊക്കെ വളരെയധികം വർഷങ്ങളോ നൂറ്റാണ്ടുകളോ യുഗങ്ങളോ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതും ആയ ഒരു മഹത്തായ ഭാഷ ഇവിടെ നിലനിന്നിരുന്നു. അതാണ് നമുക്ക് പല പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഒക്കെ നമുക്ക് വെളിവാക്കി തരുന്നത്. അതുപോലെ തന്നെയാണ് ഈ കർമ്മയോഗത്തെക്കുറിച്ചും ഭഗവാൻ വളരെയധികം മുന്നേ, നമുക്കെല്ലാം സങ്കല്പിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ആ ദ്വാദശാദിത്യന്മാരിൽ ഒരാളായ വിവസ്വാൻ ഉപദേശിച്ചെന്നും ആ വിവസ്വാൻ തൻ്റെ പരമ്പരയിലുള്ളവർക്ക് ഉപദേശിച്ചെന്നും എല്ലാം പറഞ്ഞിരിക്കുന്നത്. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹമഹത യോഗോ നഷ്ടഃ പരം തപാ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയഃ വിദുഃ സഹ കാലേന ഇഹ മഹത യോഗഃ നഷ്ടഃ പരം തപാ. ഏവം ഇപ്രകാരം പരമ്പരാ പ്രാപ്തം, പരമ്പരയായി പ്രാപിക്കപ്പെട്ടതായ ഇമം, ഇതിനെ രാജർഷയഃ വിദുഃ, രാജർഷികളൊക്കെ അറിഞ്ഞിരുന്നു. പരമ്പരാപ്രാപ്തമായിരിക്കുന്ന ഈ യോഗത്തെക്കുറിച്ച് രാജർഷികളൊക്കെ അറിഞ്ഞിരുന്നു. പക്ഷേ സഹ കാലേന ഇഹ മഹതാ യോഗഃ നഷ്ടഃ. എന്നാൽ സഹ യോഗഃ, ആ യോഗമാവട്ടെ, മഹതാ കാലേന, വളരെയധികം കാലങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞതുകൊണ്ട് ഇഹ നഷ്ടഃ, ഇവിടെ നഷ്ടപ്പെട്ടു പോയി. പരം തപ, പരാൻ താപയതി ഇതി പരം തപ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ തപിപ്പിക്കുവാൻ കഴിവുള്ളവൻ എന്നാണ് ആ പരം തപ എന്നുള്ള വാക്കിനർത്ഥം. ഇപ്രകാരം പരമ്പരാപ്രാപ്തമായിരിക്കുന്ന ഈ കർമ്മയോഗം, അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ രാജർഷികൾക്കൊക്കെ അറിവുണ്ടായിരുന്നു. പക്ഷേ വളരെ കാലം മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സമയത്ത് ഈ യോഗം ഇവിടെ നഷ്ടമായിപ്പോയി. ഏത് പ്രകാരത്തിലാണോ സംസ്കൃത ഭാഷയെക്കുറിച്ചും കഴിഞ്ഞ ശ്ലോകത്തെ ഉപമിച്ചത്, അതേപോലെ ഇവിടെയും വളരെയധികം കാലങ്ങൾ മുന്നോട്ട് പോയ ആ ഗതിയിൽ പലതും നമുക്ക് വഴിയിൽ വെച്ച് നഷ്ടമായിപ്പോയി. അതിൽ ഈ കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവും നഷ്ടമായി എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ദ്വാപര യുഗത്തിൻ്റെ അവസാന കാലത്താണ് കൃഷ്ണാവതാരം തന്നെ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് സ്വർഗാരോഹണം ചെയ്തോ അന്നു മുതൽ കലിയുഗം ആരംഭിച്ചു എന്നും പറയുന്നു. ഇപ്പോൾ 5130 വർഷത്തോളം കഴിഞ്ഞതായിട്ടും കലിസംഖ്യ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം എത്ര തലമുറകൾ ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്.
അങ്ങനെ ഇരിക്കെ ഈ കലിയുഗത്തിൽ തന്നെ ആരംഭത്തിൽ കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും അറിവ് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുന്നതല്ല. അത്രയും വർഷങ്ങൾ മുൻപിൽ ലിപികളൊന്നും തന്നെ പ്രചാരം നേടിയിരുന്നില്ല. ലിപികൾ ഇല്ലായിരുന്നു എന്നല്ല, ഇല്ലായിരുന്നുവെങ്കിൽ ആദ്യകാവ്യമായ രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ അതിലും പ്രാചീനമായിരിക്കുന്ന അപൗരുഷേയം എന്ന് വിശേഷിക്കപ്പെടുന്ന വേദങ്ങളും ഒക്കെ എങ്ങനെ രചിക്കപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ലിഖിതമാക്കപ്പെടുമായിരുന്നു. ഇന്ന് അതെല്ലാം നമുക്ക് ലിഖിത രൂപത്തിൽ ഉള്ളതുകൊണ്ട് അത് ഇനി എത്ര കാലം മുന്നോട്ട് പോയാലും അതൊന്നും നശിക്കുന്നില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതെല്ലാം ആരെങ്കിലും കരുതിക്കൂട്ടി നശിപ്പിച്ചാൽ എല്ലാം നശിച്ചു തന്നെ പോകും. വൈദേശിക ശക്തികളുടെ ആക്രമണത്തിന് ഇരയായ നളന്ദ, തക്ഷശില പോലുള്ള സർവകലാശാലകളിലൊന്നും യാതൊന്നും തന്നെ അവശേഷിച്ചില്ല എന്നാണ് ഇപ്പോഴുള്ള അറിവ്. വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം തന്നെയായിരുന്നു ഈ രണ്ട് സർവകലാശാലകളൊക്കെ. പക്ഷേ അതെല്ലാം വൈദേശിക ശക്തിയാൽ ബോധപൂർവം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഭാരതീയ സംസ്കൃതിയെയും പൈതൃകത്തെയും ഒക്കെ കുഴിച്ചു മൂടുവാൻ അവർക്ക് കഴിഞ്ഞു. അതുപോലെയുള്ള ബോധപൂർവമായ ഏതെങ്കിലും പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും ഇപ്പോഴുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ എങ്കിലും ഇത് സനാതന ധർമ്മത്തെ പ്രതിപാദിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട്, സനാതനം എന്നാൽ സദാ നൂതനം ഇതി എന്നാണ് പറയുന്നത്, എല്ലാ കാലത്തും പുതുമയുള്ളതെന്നാണ്. പണ്ട് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇന്ന് ഇത്രയെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ അതിന് സ്വയം ആർജിച്ച ഒരു ശക്തിയുടെ ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ളതും ഏതെങ്കിലും പ്രകാരത്തിൽ എവിടെയെങ്കിലുമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായി തുറച്ചു നിൽക്കാൻ എത്ര ബോധപൂർവമായ ശ്രമം ഉണ്ടായാലും സാധിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്രകാരം പരമ്പരാപ്രാപ്തമായിരിക്കുന്ന ഈ അറിവിനെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഭഗവാൻ തന്നെ പറയുമ്പോൾ അതിനെ ഇനിയും ഇവിടെ നിലനിർത്തേണ്ടതായ ഒരു ബാധ്യത ധർമ്മ സംസ്ഥാപകനായ ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ഈ യോഗത്തെക്കുറിച്ച് വീണ്ടും നമുക്കെല്ലാം അറിയാനായിക്കൊണ്ട് അർജുനൻ ഉപദേശിക്കുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ അത് അർജുനന് മാത്രമുള്ള ഒരു ഉപദേശമായിട്ട് ഒതുങ്ങിപ്പോകുമായിരുന്നുവെങ്കിൽ, ധൃതരാഷ്ട്രർക്ക് ഇതെല്ലാം വിവരിച്ചു കൊടുക്കുന്ന സഞ്ജയന് ദിവ്യദൃഷ്ടി വ്യാസഭഗവാൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ, അർജുനൻ ഈ വിവരങ്ങൾ മറ്റാരോടും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം നഷ്ടമായി പോകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് അതിന്നും നിലനിൽക്കുന്നു. ഇനിയും നിലനിൽക്കാനുള്ള ശക്തി അത് സ്വയം ആർജിച്ചെടുക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹമഹദാ യോഗോ നഷ്ടഃ പരം തപാ സ ഏവായം മയാ തേദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹ്യേതദുത്തമം സഹ ഏവ അയം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തഃ അസി മേ സഖാ ച ഇതി രഹസ്യം ഹി ഏതദ് ഉത്തമം സഹ ഏവ അയം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ത്വം മേ സഖഃ, നീ എൻ്റെ സഖാവാണ്, എൻ്റെ ഭക്തഃ ച, നീ എൻ്റെ ഭക്തനുമാണ്. അപ്പോൾ ഭക്തനും സഖാവുമാണ് അർജുന നീ എനിക്ക്. അതുകൊണ്ട് യോഗഃ പ്രോക്തഃ പുരാതനഃ, അതുകൊണ്ട് പുരാതനമായ ആ യോഗത്തെ തന്നെ
ഏതത് രഹസ്യം ഉത്തമം, ഈ ഉത്തമമാകുന്ന ഈ രഹസ്യത്തെ മയാ എന്നാൽ പ്രോക്തം നിനക്കായിക്കൊണ്ടും പറയപ്പെട്ടു അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ടു. മയാ പ്രോക്ത എന്നാൽ പറയപ്പെട്ടു നിനക്കായിക്കൊണ്ട്. ഞാൻ വിവസ്വാൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും ഉപദേശിച്ച് മഹത്തായ കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതായ ആ കർമ്മയോഗത്തെ നീ എൻ്റെ ഭക്തനും സുഹൃത്തും ഒക്കെ ആയതിനാൽ എന്നാൽ നിനക്കായിക്കൊണ്ട് ഉപദേശിക്കപ്പെട്ടു. എന്തെന്നാൽ ഇത് വളരെയധികം രഹസ്യ സ്വഭാവമുള്ളതും ഉത്തമവുമായ അറിവാകുന്നു. ഇപ്രകാരം ഏതെങ്കിലും ഒരു അറിവ് മറ്റൊരാൾക്ക് ഉപദേശിക്കുമ്പോൾ അത് പ്രാഥമികമായ അറിവ് ആദ്യം നമ്മൾ ഉപദേശിക്കും. അത് കഴിഞ്ഞ് ഈ അറിവിനെ ഏത് രീതിയിൽ ഗ്രാഹകൻ ഗ്രഹിക്കുന്നുവോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി വിശദമാക്കി ഉപദേശിക്കും. ഇനി ഉപദേശം സ്വീകരിക്കുന്നയാൾ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ടയാളാണ് എന്ന് തോന്നിയാൽ എന്നിലുള്ള ഏറ്റവും രഹസ്യതരമായിരിക്കുന്ന അറിവ് പോലും ഞാൻ അയാൾക്കായിക്കൊണ്ട് ഉപദേശിക്കും. ഇതാണ് പഠനത്തിൻ്റെ ഒരു സ്വാഭാവികമായ രീതി. ഇവിടെ അർജുനൻ ഭഗവാന്റെ ഭക്തനും കൂട്ടുകാരനും ഒക്കെയാണ്. അപ്പോൾ ഭഗവാന്റെ കയ്യിലുള്ള പൂർണ്ണമായ അറിവും അർജുനനായിക്കൊണ്ട് ഇവിടെ ഉപദേശിക്കപ്പെട്ടു എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ ഏതൊരറിവ് നമ്മൾ ആരെന്നും സ്വീകരിച്ചാലും നമുക്ക് ആ അറിവ് ഉപദേശിക്കുന്നയാൾ നമ്മളുടെ ഗുരുസ്ഥാനീയനാകുന്നു. ആ ഗുരുവിനോട് നമുക്ക് വളരെയധികം ബഹുമാനവും ആദരവും ആത്മാർത്ഥതയും ഒക്കെ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ലഭിക്കാതിരുന്ന ഒരു അറിവിനെയാണ് അദ്ദേഹം ഉപദേശിച്ചു തരുന്നത്. ആ അറിവിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഗുരു നമ്മളിൽ പ്രസാദിക്കേണ്ടത് ആവശ്യമാണ്. ഗുരു പ്രസാദിക്കണം എന്ന് പറയുമ്പോൾ അത് ന്യായമായ രീതിയിലാണ്. അല്ലാതെ ഗുരുവിന് അർഹതയില്ലാത്തതെല്ലാം കൊണ്ടുപോയി സംഭാവന ചെയ്യണം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ധാര അണമുറിയാതെ ഒരു ശിഷ്യനിലേക്ക് ഒഴുകണമെങ്കിൽ ആ ശിഷ്യനിൽ ഗുരുവിന് അതിയായ സംപ്രീതി ഉണ്ടാവണം. ഉപദേശിക്കപ്പെടുന്ന അറിവിനെ എല്ലായ്പ്പോഴും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു ശിഷ്യനായിക്കൊണ്ട് ഒരു ഗുരുവും വിശദമായി ഉപദേശങ്ങൾ കൊടുക്കുകയില്ല. കാരണം അവിടെ ഞാൻ എന്നുള്ള ഒരു ബോധം ആ ശിഷ്യനിൽ ഉണ്ടാകുന്നത് കാരണം ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അതൊരു തടസ്സമായി ഭവിക്കും. അങ്ങനെയാകുമ്പോൾ ആ പൂർണ്ണമായ അറിവിൻ്റെ ലാഭം ശിഷ്യന് ലഭിക്കാതെ പോകും. ഇവിടെ ഭഗവാൻ പറയുന്നത് നീ എൻ്റെ ഭക്തനും എൻ്റെ സഖാവും എൻ്റെ കൂട്ടുകാരനുമൊക്കെ ആയതുകൊണ്ട് ഞാൻ മറ്റാർക്കാണ് ഉപദേശിക്കുക, നിനക്കല്ലാതെ എന്നുള്ള ഒരു ഭാഷയാണ് ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത്. സ ഏവായം മയാ തേദ്യഃ യോഗപ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഏതദുത്തമം. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ സംശയം ചോദിക്കുകയാണ് ഭഗവാനോട്. അപരം ഭവതഃ ജന്മ പരം ജന്മ വിവസ്വതഃ കഥം ഏതത് വിജാനീയാം ത്വം ആദൗ പ്രോക്തവാൻ ഇതി.
അപരം ഭവതഃ ജന്മ. ഭഗവാനെ, അങ്ങ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അങ്ങ് ജനിച്ചിട്ട് അധികം വർഷങ്ങളൊന്നും ആയില്ലല്ലോ എന്ന രീതിയിലാണ് അർജുനൻ ചോദിക്കുന്നത്. പരം ജന്മ വിവസ്വതഃ. ആ സൂര്യനാണെങ്കിലോ വിവസ്വാൻ, വളരെ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചയാളാണ്. കഥം ഏതദ് വിജാനീയാം. ഞാൻ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുക ഭഗവാനെ? ത്വം ആദോ പ്രോക്തവാൻ ഇതി. അങ്ങ് ആദ്യം ഇത് വിവസ്വാനായിക്കൊണ്ട് ഉപദേശിച്ചു എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഭാഷണത്തിൽ അവിടെ പരസ്പര സംബോധനകളൊക്കെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി തന്നെയാണ്. എങ്കിലും അവിടെ പരസ്പരം പറയുന്ന വാക്കുകൾക്കൊക്കെ സാധാരണഗതിയിൽ നമുക്കൊരു അകൽച്ച തോന്നാമെങ്കിലും അത് ആത്മാർത്ഥതയുടെ ഒരു ഭാഗമായി കരുതിക്കൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. സൂര്യനാണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ആളാണ്. അങ്ങ് വിവസ്വാൻ ആയിക്കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്നാണ് അർജുനൻ്റെ ചോദ്യം. ഭഗവാൻ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിലായിക്കൊണ്ട് പറഞ്ഞു, ഈ കർമ്മയോഗത്തെക്കുറിച്ചും അതിൻ്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ ആദ്യം വിവസ്വാൻ ഉപയോഗിച്ച് വിവസ്വാൻ മനുവിന്, മനു ഇക്ഷ്വാകുവിനൊക്കെ ഉപദേശിച്ചതാണ്. പക്ഷേ ഇങ്ങനെ വളരെയധികം കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അത് ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമായി. അതുകൊണ്ട് നീ എൻ്റെ സഖാവും സുഹൃത്തുമായതിനാൽ ഞാൻ നിനക്കായിക്കൊണ്ട് ഇതാ വീണ്ടും ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഈ ദൃഷ്ടിഗോചരമായതിനെ മാത്രം വിശ്വസിക്കുന്ന രീതിയിലുള്ള അർജുനൻ്റെ ആ വിശ്വാസമാണ് ഇവിടെ ഈ ചോദ്യത്തെ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മളും എല്ലാം നമ്മുടെ കുട്ടികളോട് ഏതെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരും ഈ പ്രകാരം ചോദിക്കാറുണ്ട്. നമുക്ക് അതിന് വിശദമായ ഒരു ഉപദേശം അല്ലെങ്കിൽ വ്യക്തത വരുത്തി കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. ഇവിടെ ഭഗവാൻ അർജുനോടെല്ലാം വിശദമായി തന്നെ എല്ലാ സംശയങ്ങളും നീങ്ങുമാറ് തന്നെ ഉപദേശിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നതാണ് ഈ അറിവിനെ വീണ്ടും വളരെയധികം വർഷങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്ന ആ രീതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ശ്രീഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേത്ത പരം തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ച അർജുന താനി അഹം വേദ സർവാണി ന ത്വം വേത്ത പരം തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ച അർജുന. ഹേ അർജുന, മേ ച തവ, എനിക്കും നിനക്കും ബഹൂനി ജന്മാനി വ്യതീതാനി, വളരെയധികം ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അർജുന. താനി, അവയെല്ലാം അഹം വേദ, ഞാൻ അറിയുന്നു. സർവാണി, എല്ലാം, അവയെല്ലാം ഞാൻ അറിയുന്നു. ത്വം ന വേത്ത, നീ അറിയുന്നില്ല അർജുന. അപ്പോൾ ഈ ഉപദേശം നൽകുന്ന ഭഗവാനും ഉപദേശം കേൾക്കുന്ന അർജുനനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും ഇതുതന്നെയാണ്. കാലങ്ങൾക്കൊക്കെ അതീതനായി നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെ കാലത്തിൻ്റെ അധീനതയിലുള്ള അർജുനനായിക്കൊണ്ട് ഉപദേശം നൽകുന്നത്. അപ്പോൾ കാലത്തിൻ്റെതായ ആ മായ തീർച്ചയായും അർജുനനിൽ പ്രകടം തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് കാലാതീതനായ ഭഗവാൻ എല്ലാ അവതാരങ്ങളെക്കുറിച്ചും അറിയുമ്പോഴും കാലത്തിന് അധീനനായിരിക്കുന്ന അർജുനൻ തൻ്റെ ഈ ഒരു ജന്മത്തെക്കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ള സത്യാവസ്ഥ അത് ഭഗവാൻ ഇവിടെ അർജുനനെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ എത്രയെത്ര ഇതിനു മുമ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊന്നും ഒരാൾക്കും നിശ്ചയിച്ച് പറയാൻ കഴിയുന്നതല്ല. നാരായണീയത്തിലെ ഒരു ശ്ലോകത്തിൽ പറയും, വിഷ്ണോർ വീര്യാണി കോവ കഥയതുധരണേ കശ്ചരേണോന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദഭിമിതം മോദതേ പൂർണ്ണസമ്പദ് യോസൗ വിശ്വാനി ദത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം എന്ന് പറയുന്ന ആ 99-ാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിഷ്ണുവിൻ്റെ അനന്തങ്ങളായ അവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ ചെയ്തിരിക്കുന്നത്. ആ അവതാരങ്ങളെക്കുറിച്ചെല്ലാം ആർക്കാണ് അറിയാൻ കഴിയുന്നത്? ഒരാൾക്ക് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഭൂമിയിലുള്ള മന്ദരികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഈശ്വര അവതാരങ്ങൾ എത്രയെന്ന് നിശ്ചയിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല എന്ന് പറയും. ഇവിടെ അർജുനന് സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ കൊണ്ടാണ് അർജുനൻ ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരം തപ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.